ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു K2CSC. സോ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അൽഗോറിതമിക് ചലഞ്ചസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. 7 ചലഞ്ചസ് ഉണ്ട്. ഇച്ചിരി പാടായിട്ട് നിങ്ങൾക്ക് തോന്നും, കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഇതിൽ കണ്ടൻറ്റ് എന്താണെന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്തേക്കുന്നു, അവർ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് മെയിൻലി ഒന്നുകിൽ ഇൻ്റർലീവിങ് മോഡൽ അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡർ മോഡലൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റാസ് ഓർഡറിലായിരിക്കത്തില്ല പാസ് ചെയ്യുന്നത്, അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആക്സസ് ചെയ്യും. ഇവരൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ, എന്താ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ചില ഡേറ്റാസൊക്കെ മിസ്സായി പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഒന്നാമത്തെ ചലഞ്ചാണ്. അതായത് നമ്മൾ എടുക്കുന്ന ഡിസൈനിങ് മോഡൽസ്. ഓക്കെ, ഡിസൈനിങ് യൂസ്ഫുൾ എക്സിക്യൂഷൻ മോഡൽ, നമുക്ക് എന്താ യൂസ്ഫുൾ ആയിട്ട് എക്സിക്യൂഷൻ തരുന്ന മോഡലും ഫ്രെയിം വർക്കും ചൂസ് ചെയ്യുക, അതൊരു പാടാണ്. അപ്പോൾ മെയിൻലി എന്ന് പറയുന്നത് ഇത് ഇൻ്റർലീവിങ് മോഡൽ ആൻഡ് പാർഷ്യൽ ഓർഡർ മോഡൽസ് ആർ യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എക്സിക്യൂഷൻ. ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, ഇൻ്റർലീവിങ് മോഡൽ അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡർ മോഡലാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എക്സിക്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്പറേഷണൽ റീസണിങ്ങിനും, അതായത് നമുക്കൊരു ഔട്ട്പുട്ട് എടുക്കാനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോറിതംസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. പക്ഷെ ഞാൻ പറഞ്ഞൊരു സംഭവം എന്താ, കൺസിസ്റ്റൻസി തരത്തില്ല അല്ലേ. ഇറ്റ് ഡസൻറ്റ് ഗീവ് പ്രോപ്പർ കൺസിസ്റ്റൻസി. ഓക്കെ, പ്രോപ്പർ കൺസിസ്റ്റൻസി തരത്തില്ല. പിന്നെ അതേപടി എന്താ, ചില ഡേറ്റാസൊക്കെ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്, ചാൻസസ് ഓഫ് മിസ്സിങ് ദോസ് ഡേറ്റാസ്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചോണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ആയി. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡൈനമിക് ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രാഫ് അൽഗോരിതം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് റൗട്ടിംഗ് അൽഗോരിതം. അപ്പോൾ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതം രണ്ടെണ്ണം ഉണ്ട്. ഡൈനമിക് ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രാഫ് അൽഗോരിതം, ഒരു ഗ്രാഫ് അൽഗോരിതം ഉണ്ട്, റൗട്ടിംഗ് അൽഗോരിതം ഉണ്ട്. അപ്പോൾ ഈ റൗട്ടിംഗ് അൽഗോരിതം എന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, പല കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത ഏത് കമ്പ്യൂട്ടറിലോട്ട് പോകണമെന്നുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ. അങ്ങനെ റൂട്ട് ചെയ്ത് വിടുന്നൊരു അൽഗോരിതം. പിന്നെ ഗ്രാഫ് അൽഗോരിതം, ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് മോഡലില്ലേ, ആ ഒരു എൻറ്റയർ മോഡൽ, ആ മോഡലിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രാഫ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂട്ടഡ് മോഡലിനെ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാണ് മോഡൽ ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് ഫസ്റ്റ് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് മോഡൽ ഈസ് മോഡൽഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രാഫ്. പിന്നെ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് റൗട്ടിംഗ് അൽഗോരിതം. അപ്പോൾ ഈ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ അകത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെസ്സേജിനെ സെർച്ച് ചെയ്യുക, ആ മെസ്സേജ് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതംസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ലാർജ് നമ്പർ ഓഫ് ഹയർ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാനും ഡേറ്റ ഒബ്ജക്റ്റ് സെർച്ച് ചെയ്യാനും അത് ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഓക്കെ, ജസ്റ്റ് നോക്കിക്കണം കേട്ടോ ആ പോയിന്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഡൈനമിക് ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രാഫ് അൽഗോരിതം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് റൗട്ടിംഗ് അൽഗോരിതം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ഗ്ലോബൽ സ്റ്റേറ്റിനെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അതെന്താണെന്ന് നോക്കാവേ. ഓക്കെ, ഇതിൻ്റെ അണ്ടറിൽ ഒരു 4 പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ പ്രോസസ്സൊക്കെ 3 ഡയമെൻഷനലിയാണ് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. ആ ഒരു ഫിസിക്കൽ സ്പേസിൽ അതിൻ്റെ അകത്തുള്ള പ്രോസസ്സിനെയൊക്കെ നമ്മൾ 3 ഡയമെൻഷനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സിനെ ഇപ്പോൾ ഗ്രാഫായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അൽഗോരിതംസൊക്കെ. അപ്പോൾ ഈ വൈ എക്സ് ഇസഡ് അങ്ങനെ 3 ആക്സസിലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു ഫിസിക്കൽ സ്പേസിൽ. അതാ പറയുന്നത് ദ പ്രോസസ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആർ സ്പ്രെഡ് അക്രോസ് 3 ഡയമെൻഷനിൽ ഇൻ ഫിസിക്കൽ സ്പേസ്. അപ്പോൾ ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അനദർ ഒരു ഡയമെൻഷനും കൂടെ ഇമ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഹിയർ വി ആർ ഇമ്പോസിങ് അനദർ ഡയമെൻഷൻ ടൈം ഓൺ ഇറ്റ്. അപ്പോൾ ഈ സ്പേസിൻ്റെ കൂടെ എന്ത് ചെയ്യുകയാണ്, ഒരു ടൈം എന്ന് പറയുന്ന ഡയമെൻഷനും കൂടെ കൊടുക്കുകയാണ്. ഇനി എന്താ പറയുന്നത്, മെയിൻ ചലഞ്ച് ഇൻ ഇറ്റ് ഈസ് ടു പ്രൊവൈഡിങ് ആക്യുറേറ്റ് ഫിസിക്കൽ ടൈം ആൻഡ് വേരിയൻറ്റ് ഓഫ് ദ ടൈം. പക്ഷേ നമ്മൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഡേറ്റയും സെൻറ്റ് ആവുന്ന ആക്യുറേറ്റഡ് ടൈം അല്ലെങ്കിൽ ഡേറ്റ പാസ് ആവുന്ന ആക്യുറേറ്റഡ് ടൈം അല്ലെങ്കിൽ വേരിയൻറ്റ് ഓഫ് ടൈം, ആ ടൈമിലുണ്ടായ വേരിയൻസ് ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. എന്താണ് ദ മെയിൻ ചലഞ്ച് ഇൻ ഇറ്റ് ഈസ്, നമ്മൾ ഈ ടൈം കൊടുക്കുന്നതുകൊണ്ടുള്ള മെയിൻ ചലഞ്ച് എന്താണ്, ആക്യുറേറ്റ് ഫിസിക്കൽ ടൈമോ വേരിയൻറ്റ് ഓഫ് ടൈമോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ബൈ ഇമ്പോസിങ് ടൈം ഇറ്റ് ക്യാൻ ട്രാക്ക് ദ റിലേറ്റീവ് പ്രോഗ്രസ് അറ്റ് ഈച്ച് പ്രോസസ്സ്. ഓക്കെ, ടൈം കൊണ്ടുവരുമ്പം ഓരോ പ്രോസസ്സിലും ഉണ്ടായ പ്രോഗ്രസ് എന്താണെന്ന് പറയുന്നു, പക്ഷേ അതാണ്ട് ആക്യുറേറ്റ് ആയിട്ടൊരു ഫിസിക്കൽ ടൈമോ വേരിയൻറ്റ് ഓഫ് ടൈമോ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാണ് ടൈം ആൻഡ് ഗ്ലോബൽ സ്റ്റേറ്റ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇനി ഒരു
4 അൽഗോരിതമിക് ചലഞ്ച് ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.